ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്രയെന്ന് പറഞ്ഞാൽ കമ്പത്തു നിന്നും കോട്ടയത്തേക്കുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതൊരു നാഷണൽ ഹൈവേ ആണ്. അത് കമ്പത്തെ ലോവർ പെരിയാർ മുതൽ കേരളത്തിലെ കുമളി ചെക്ക് പോസ്റ്റ് വരെയുള്ളൊരു റോഡിലെ കയറ്റമാണിത്. ഈ റോഡിന് എന്ന് പറഞ്ഞാൽ വീതി കഷ്ടിച്ച് രണ്ട് വണ്ടികൾക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. ഒപ്പം നല്ല വളവും കയറ്റമൊക്കെയാണ്. ഇതേപോലെയുള്ള റോഡുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ താമരശ്ശേരി ചുരം, അതേപോലെ കുറ്റ്യാടി ചുരം, പാൽ ചുരം, പിന്നെ അതേപോലെ മൂന്നാറിലേക്ക് പോകുന്ന ചില വഴികളൊക്കെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ചില വാഹനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഒരു നിയമം അനുസരിച്ച് വാഹനങ്ങൾ ഇടതുവശത്തുകൂടെയും കാൽനട യാത്രക്കാർ വലതുവശത്തും കൂടെയാണ് പോകേണ്ടത്. പക്ഷേങ്കിൽ നമ്മൾ ചില വളവുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില വാഹനങ്ങൾ റോങ് സൈഡ് കയറി വരുന്നതായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മൾ കാണാൻ പോകുന്നൊരു ദൃശ്യമാണ്. ഈ ബസ്സിന്, ഇത് തമിഴ്നാട് RTC ബസ്സാണ്. 10.5 മീറ്ററിലധികം നീളമുള്ളൊരു ബസ്സാണ്. ഈ ബസ് ഒറ്റയൊടിക്ക് ലെഫ്റ്റിൽ കൂടെ വന്ന് ഒടിയാൻ ഈ ബസ് പാടാണ്. അതുകൊണ്ടാണ് ഈ ബസ് ഇപ്പം റോഡിൻ്റെ വലതുവശം ചേർന്ന് നിർത്തിയേക്കുന്നത്. അപ്പോൾ തന്നെ ഒരു ബസ് പോയി, വേറൊരു ടോറസ് ലോറി പോയി. ഇതുകൊണ്ടൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഹെവി വെഹിക്കിളാണ്. അപ്പോൾ ഈ 2 വീലറും 3 വീലറും കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഇവരെ കുറ്റപ്പെടുത്തുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കലുങ്ക് ഉണ്ട്. ഈ കലുങ്ക് ഉൾപ്പെടെ കവർ ചെയ്ത് വന്നെങ്കിൽ ഈ വാഹനം ഇങ്ങനെ വന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ക്ഷമ, സ്നേഹം, സഹകരണം ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ ഡ്രൈവിങ്ങിന് ഒരു പൂർണ്ണത ആവുകയുള്ളൂ. ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു കാറ് വരുന്നത് കാണും. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ വരുന്ന വാഹനം ഇതിൻ്റെ മുന്നിലേക്ക് അത് ഒത്തിരി കയറി വന്നു. ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ വാഹനം പെട്ടെന്ന് തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കുന്നതും കാണാം. പ്രത്യേകിച്ച് ഇത് വർഷങ്ങൾക്ക് മുമ്പേ പണിതൊരു റോഡാണ്. പ്രത്യേകിച്ച് തമിഴ്നാടും കേരളമായിട്ട് ബന്ധിപ്പിക്കാനുള്ളൊരു റോഡായിരുന്നത്. അപ്പം പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ അധികം വീതിയൊന്നും എടുക്കാണ്ട് ഉള്ളൊരു റോഡും കൂടെയാണിത്. എന്നാൽ ഇത് മാക്സിമം വീതിയുണ്ട്. ഈ പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വീതിയിലും കൂടെ നിർമ്മിച്ചൊരു റോഡും കൂടെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കാറ് ഇപ്പോൾ ഈ ബസ്സിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത് കാണാം. അപ്പം കണ്ടോ, ആ വാഹനം അയാൾ എത്ര മനോഹരമായിട്ടാണ് പുറകിൽ വാഹനമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അദ്ദേഹം റിവേഴ്സ് എടുത്ത് കൊടുക്കുന്നു. അന്നേരം ഈ ബസ് സുഗമമായിട്ട് പോകുന്നു. അപ്പം വാഹനം ഇനിയും ഓടിക്കാനിരിക്കുന്നവരും ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തവരും ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. ബൈ.